ഒരു മന്ത്രിസഭയിൽ പ്രതിപക്ഷ ഭരണത്തിരിക്കുന്നവർ തങ്ങളുടെ ദൗത്യം എന്തെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. എന്തിനും എതിർക്കുക എന്ന രീതി മാറ്റി ശരിക്കൊപ്പം നിലകൊള്ളുക എന്നതിന് കൂടി പ്രാധാന്യം കൊടുക്കണം. അല്ലാതെ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷം എന്തിന് എന്ന് ജനത്തിന് തോന്നിയാൽ അവരെ തെറ്റു പറയാനാവില്ല. എന്ത് നല്ല പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവന്നാലും അതിനെ ആക്ഷേപിച്ച് ഒതുക്കി വിടുക എന്നത് വി സതീശന്റെ ഒരു പതിവായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. സംസ്ഥാനത്ത് കിഫ്ബിയുടെ പ്രവർത്തനം മന്ദഗതിയിലാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ കൃത്യമായ രീതിയിൽ കിഫ്ബിയുടെ പ്രവർത്തനം നടക്കുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ കണക്കുകൾ നിരത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ സതീശന് മുണ്ടാട്ടം മുട്ടിപ്പോയി. ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം 20,000 കോടി രൂപയാണ് അനുവദിച്ചത്. കിഫ്ബിയിലൂടെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് നടക്കുന്നത്. 50,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇപ്പോഴത് 1,00,000 കോടിയിലേക്ക് പദ്ധതികൾ എന്നായിട്ടുണ്ട്. ഇതൊന്നും കാണാൻ അങ്ങേർക്ക് കണ്ണില്ല. അല്ല, അങ്ങേരുടെ അറിവിൽ പ്രതിപക്ഷം എന്നത് നല്ലതിനെ കാണാതെ എന്തിനേയും എതിർക്കുന്നതാണല്ലോ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പഴയതുപോലെ കിഫ്ബിക്കെതിരെ പറയാൻ പ്രമേയം അവതാരകന്റെ മനസാക്ഷിക്കാവുന്നില്ല എന്നതാണ് സത്യം. കാരണം പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് കിഫ്ബിയിലൂടെ വികസനം വരുന്നത്. ഗിഫ്റ്റ് സിറ്റിയിൽ നിന്ന് പുറകോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ ആണെന്ന് മറക്കരുത്. സോറി, അത് സതീശൻ അംഗത്തിന്റെ പരിധിയിൽ പെടുന്നതല്ലോ. ദേശീയപാത വികസനം പൂർത്തിയാകുന്നത് 6,000 കോടി രൂപ കിഫ്ബിയിൽ നിന്നും നൽകിയത് കൊണ്ടാണെന്ന് മറക്കരുത്. കിഫ്ബിയെ തകർക്കാനുള്ള ഹിഡൻ അജണ്ട മാറ്റിവെക്കണം. ആരംഭിച്ച സമയത്ത് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം ചുമ്മാ എതിർക്കുന്നത് അങ്ങേ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ പറ്റിയ പണിയല്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. കിഫ്ബി പോലെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഇത്രയും നിർമ്മാണം നടന്നിട്ടുള്ള ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇങ്ങനെ തുക ചെലവാക്കാൻ പറ്റില്ല. എന്നാൽ വിഴിഞ്ഞത്തേക്കുള്ള മെട്രോയ്ക്ക് വരെ തറക്കല്ലിട്ടു എന്നതാണ് പ്രതിപക്ഷവാദം. എന്നാൽ അവരുടെ കാലത്തുണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോഴെന്ന് സതീശൻ ഓർക്കുന്നില്ല. കേന്ദ്രം സംസ്ഥാനത്തിന് ഒട്ടും പരിഗണിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കിഫ്ബിയിൽ വരെ ഇടപെടുകയുണ്ടായി. ജനങ്ങൾക്ക് ബാധ്യതയാവുന്ന തരത്തിലുള്ള ഒന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുകയില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. തന്നെ ഈ കുമ്മായം കലക്കലൊന്നും ജനങ്ങളുടെ അടുത്ത് നടക്കില്ല സതീശ. നിങ്ങൾ എങ്ങനെയൊക്കെ പാലം വലിച്ചാലും വികസന പദ്ധതികളുമായി കിഫ്ബി മുന്നോട്ട് തന്നെ പോകും. കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. കിഫ്ബിയെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര നിലപാടിനൊപ്പമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷവും. ടോളിന്റെ കാര്യത്തിൽ പോലും പ്രതിപക്ഷം ജനങ്ങളെ ആശങ്കപ്പെടുത്താനാണ് ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഇവർ ആരെയാണ് സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നതെന്നാണ് സംശയം. ദില്ലിയിൽ സ്വീകരിച്ച അതേ നിലപാടാണ് കോൺഗ്രസ് ഇവിടെയും ചെയ്യുന്നത്. ഇരിക്കുന്ന കൊമ്പാണ് നിങ്ങൾ മുറിക്കാൻ ശ്രമിക്കുന്നത്. കിഫ്ബിയുടെ കാര്യത്തിൽ തൽക്കാലം ഇല്ലാത്ത കാര്യം പറയേണ്ടതില്ല. വരുമാനദായകമായ പദ്ധതികൾ ഉണ്ടാക്കും. ഏതൊക്കെ പദ്ധതികൾ എന്നത് സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളും. ഇയാൾ ചുമ്മാ തല പുകയ്ക്കാൻ നിൽക്കണ്ട.